കസ്റ്റമർ 3 തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി. ഒന്നാമത്തെ കസ്റ്റമറാണ് ഹോട്ട് കസ്റ്റമർ. ഹോട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന കസ്റ്റമറിനെയാണ് ഹോട്ട് കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ചങ്കാണ്. ഇവരുള്ളത് കൊണ്ടാണ് നമുക്ക് നിലവിൽ ബിസിനസ് നടക്കുന്നത്. ഇത് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യമായിട്ട് ഹോട്ടായിട്ടുള്ള നമ്മളായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നിങ്ങളൊരു കൺസൾട്ടിങ് കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ എന്തോട്ടെ ഏതൊരു തരത്തിലെ ഒരു കോഴ്സ്, ഇംഗ്ലീഷ് കോഴ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഈ ഹോട്ട് കസ്റ്റമർ അടുത്തേക്ക് മാത്രമേ എത്താൻ കഴിയൂ. ആദ്യം അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ ബേസ്. രണ്ടാമത്തതാണ് വാം കസ്റ്റമർ. അതായത് വാം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാം, ആരാണെന്ന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല, നമ്മളായിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒന്നും വാങ്ങുന്ന ആകില്ല. അടുത്തുള്ളതാണ് കോൾഡ്. കോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയില്ല, പക്ഷെ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കസ്റ്റമർ ആകേണ്ട ആൾക്കാരാണ്, നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ കോൾഡ്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ, ഏത് സംരംഭം വിജയിക്കണമെങ്കിൽ നമുക്ക് ഹോട്ട് ഉണ്ടാകണം, ഒരു വാം ഉണ്ടാകണം, കോൾഡ് ഉണ്ടാകണം. എപ്പോഴും വാംകാർ എപ്പോഴും ഹോട്ടിലേക്ക് എത്തണം, കോൾഡ് വാമിലേക്ക് വരണം. ഈ പ്രോസസ്സ് എപ്പോഴും ഒരു സർക്കിൾ പോലെ നടന്നുകൊണ്ടേയിരിക്കും. എങ്കിൽ മാത്രമാണ് നമുക്ക് ട്രാഫിക് നമ്മുടെ ഷോപ്പിന് മുന്നിൽ നമ്മുടെ ബിസിനസ്സിനെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക. ഹോട്ട് കസ്റ്റമർ മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ആവറേജ് ബിസിനസ് ആയിരിക്കും. നമുക്കൊരു തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാം. വാം കസ്റ്റമർ, ഹോട്ട് കസ്റ്റമർ എന്ന ആ പ്രോസസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുക. ഏതൊരു ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിലും വാം കസ്റ്റമർ, ഹോട്ട് കസ്റ്റമർ ആയാൽ മാത്രമേ സാധിക്കൂ. അടുത്ത കോൾഡ് കസ്റ്റമർ. ഇതേപോലെ തന്നെ കോൾഡ് കസ്റ്റമർ വാം കസ്റ്റമർ ആകുകയും വാം കസ്റ്റമർ ഹോട്ട് കസ്റ്റമർ ആകുകയും ചെയ്യുന്ന ഈ പ്രോസസ് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സൂപ്പർ ബിസിനസ് ആയിരിക്കും.